ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക തീയലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള കോവൽ നമ്മുടെ ഇവിടെ നമ്മൾ നട്ട് വളർത്തിയിട്ടുള്ള കോവലാണ്. അതാകുമ്പോൾ നല്ല ജൈവമായിട്ടുള്ള സാധനമായതുകൊണ്ടും അതിൽ കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ടും നല്ല വിശ്വസിച്ച് കഴിക്കാം. അപ്പോൾ ഇത് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടി ഒരു സവോളയും ഒരു 3 പച്ചമുളകും നടുവൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ ചിരവിയതും അതിലോട്ട് കുറച്ച് പെരിഞ്ചീരപ്പൊടി, ഒരു ടീസ്പൂണോളം പെരിഞ്ചീരപ്പൊടിയും 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് വറുത്ത് വന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തു. എന്നിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി ഇതാക്കി എടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മളൊരു ചട്ടി വെച്ച് അതിലോട്ട് എണ്ണയും കടുകും പൊട്ടിച്ച് അത് കറിവേപ്പില ഇട്ട് വെച്ച് അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ കോവയ്ക്കായും സവോളയും പച്ചമുളകും എല്ലാം കൂടി നമ്മൾ കുറേശ്ശെ വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് എണ്ണയിൽ നല്ല രീതിക്കൊന്ന് വഴട്ടിയെടുക്കണം. ഇങ്ങനെ വഴട്ടിയെടുത്ത ശേഷം മാത്രമേ നമ്മുടെ കറി വെക്കത്തുള്ളൂ. എന്നാലേ ഉള്ളൂ ആ തീയലിന് ഒരു നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമ്മുടെ കോവയ്ക്ക ഈ എണ്ണ കിടന്ന് വേണം വെന്ത് വരാനായിട്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം കൈയെടുക്കാതെ ഇങ്ങനെയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഈ എണ്ണ തന്നെ ഇതാക്കി എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ കോവയ്ക്ക് നമ്മൾ വേറെ വെള്ളം ഊറ്റി കൊടുക്കത്തില്ല. എന്നിട്ട് ഈ കോവയ്ക്കയിലുള്ള വെള്ളം അതിൽ നിന്ന് ഇറങ്ങണം. എന്നിട്ട് നമ്മൾ അതിലോട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഒരു മിക്സിയുടെ ജാറിയിട്ട് നമ്മൾ നല്ല രീതിക്കൊന്നും അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോഴത്തേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോവയ്ക്കായി നല്ല രീതിക്ക് വെള്ളം ഇറങ്ങേണ്ടത് ഇതാണ് ഈ കാണുന്നത്. എണ്ണയും വെള്ളമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടോ. ഇനി ഈ വെള്ളമെല്ലാം നല്ല രീതിക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഈ എണ്ണ കിടന്ന് തന്നെ ഇതൊന്ന് നല്ല രീതിക്ക് വഴട്ടിയെടുക്കണം. നമുക്ക് ഈ കോവയ്ക്ക കുറച്ച് നേരം ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ആ വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ആ എണ്ണ മാത്രമായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ആ അരപ്പും ഈ കോവയ്ക്കായും തമ്മിൽ കുറച്ച് നേരം വന്നിട്ട് ഇതാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കുന്നുണ്ട്. നമ്മൾ മിക്സിയുടെ ജാറിലോട്ടാണ് ഈ വെള്ളം ഊറ്റി ആ അരപ്പുമായിട്ടൊന്ന് കുലുക്കിയാണ് ഇതിലോട്ട് ഊറ്റുന്നത്. അപ്പോഴത്തേക്കിനും ആ അരപ്പൊന്നും വേസ്റ്റ് ആവത്തില്ലല്ലോ. അരപ്പും കൂടി നമ്മുടെ ഇതിലോട്ട് കിട്ടും. 1 ഗ്ലാസ് വെള്ളത്തോളം നമ്മൾ ചേർത്തിട്ടുണ്ട്. അതായത് ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളമാണ് നമ്മളിതിലോട്ട് ചേർത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും വെള്ളം നമ്മൾ ഈ കറിയിൽ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ തീയലിൽ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഈ വെള്ളം ഇനി വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ കോവയ്ക്ക ഓൾറെഡി നമ്മൾ വഴട്ടി എല്ലാം ശരിയാക്കി വെച്ചേക്കുവാണ്. ഇപ്പോൾ ഈ അരപ്പും ഇച്ചിരി വെള്ളവും ചേർത്ത് നല്ല രീതിക്കൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ അത്രയും അത്രയും അരപ്പും ഒക്കെ ആയിട്ട് കിടന്നപ്പോൾ അത്രയും വെള്ളം പോലെ തോന്നിയതാണ്. ഇപ്പോൾ ഇതെല്ലാം നല്ല രീതിക്കൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അതിൽ ആ ഗുളുഗുളു പോലെ ഇങ്ങനെ കുമ്പളകളിങ്ങനെ പൊങ്ങി വന്ന് ഇപ്പോൾ നമ്മുടെ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ നല്ല കോവയ്ക്ക തീയലായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതുപോലെയുള്ള എൻ്റെ വീഡിയോസ് കിട്ടാൻ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ കൂടി ഓൺ ആക്കണം. അപ്പം നമുക്ക് ഈ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.